നമ്മൾ ഈ ചൈതന്യ കാർഷിക മേളയിൽ എത്തിയിട്ട് കാർഷിക വിളകൾ കണ്ടില്ലെങ്കിൽ വളരെ മോശമാണ്. ഇവിടെ ഒരുപാട് കാർഷിക വിളകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ചക്ക, മാങ്ങ, തേങ്ങ, നമ്മുടെ വാഴ, അങ്ങനെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാം. പിന്നെ പയറും. പിന്നെ ഇത് നിത്യവഴുതന ഞാൻ പറഞ്ഞ സാധനം ഇത് ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ പഴയ കാർമ്മന്മാരായിട്ട് ഇത് തോരൻ വെക്കാൻ, കറി വെക്കാൻ നല്ലത്. മറ്റേ ഇതൊക്കെ നമുക്ക് സാധാരണയുള്ള ഇത് തന്നെ പേരയ്ക്ക, ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന പറഞ്ഞാൽ. പിന്നെ ഇത് കിഴങ്ങ് ഐറ്റങ്ങൾ, ഈ ചെറുകിഴങ്ങ് കുടക്കിഴങ്ങെന്നൊക്കെ പറയും. ഇത് കുഴിച്ച് വെച്ച് കഴിഞ്ഞ് നമുക്ക് പുഴുങ്ങി തിന്നാവുന്ന സാധനം. പിന്നെ കൊച്ചി ചേമ്പുകൾ, ചെറിയ ചേമ്പ്, പിന്നെ മുളകുണ്ട്. ഇത് നമ്മുടെ ഇരുമ്പമ്പുളി, കമ്പിളി നാരകം, കപ്പളങ്ങ, ഇതെല്ലാം. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ അടതാപ്പ എന്ന് പറഞ്ഞൊരു സാധനം. ഇത് അടതാപ്പ കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഇത് കിട്ടാതെ വന്നപ്പോഴത്തേക്കും ആണ് നമ്മുടെ ഇവിടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇത് വന്ന് ഉരുളക്കിഴങ്ങൊക്കെ വരുന്നത്. ഇതിപ്പോൾ ഇറച്ചിക്കായി എന്ന് ഇവിടെ പറയും, അടതാപ്പായി എന്ന് പറയും. പിന്നെ തോരൻ വെക്കാം, മെഴുക്കൂരട്ടിയൊക്കെ എല്ലാ ഐറ്റങ്ങളും ചെയ്യാവുന്ന ഒരു നല്ല സാധനം. എത്തിച്ച സാധനങ്ങളാണോ? ഇതെല്ലാം ഓരോ ഇവിടുത്തെ കൃഷിക്കാര്, അതായത് കോട്ടയം സോഷ്യൽ സർവീസിന്റെ സൊസൈറ്റിയുടെ കീഴിലുള്ള ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ, അവർ ചെറിയ ചെറിയ കൃഷികൾ ചെയ്ത് നമ്മൾ ഇതിപ്പെട്ടുകൊണ്ടുപോകും. ഇപ്പൊ നമുക്ക് ഇവിടെ വരുന്നവർക്ക് വാങ്ങാനുള്ള സൗകര്യങ്ങൾ, വരുന്നവർക്ക് ഇത് വാങ്ങാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മളെ പ്രദർശനമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞായറാഴ്ച വരെ പരിപാടിയുണ്ട്. ഇപ്പൊ തിങ്കളാഴ്ച ഇത് വരുന്നവർക്ക് എന്തെങ്കിലും കേടുപാടുകൾ അങ്ങനത്തെ അതൊന്നും വരില്ല. കേട് വന്ന ചള്ളാകുന്ന സാധനം മാറ്റും. ബാക്കി നല്ല സാധനം നമ്മൾ കൊടുക്കും. പിന്നെ കപ്പ, പല സൈസുള്ള വെറൈറ്റി കപ്പകളാണ് വന്നിരിക്കുന്നത്. ഇപ്പം പറഞ്ഞു കഴിയുമ്പോ ഇപ്പം നേരത്തെ മലബാറുണ്ട്, പത്തലെട്ടുണ്ട്, പിന്നെ ഇതുകൊണ്ട് ആമ്പക്കാടിനൊക്കെ ഉണ്ട്. ഇപ്പൊ അതെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് വേറെ പുതിയ ടൈപ്പ് കപ്പകളൊക്കെ ഇപ്പൊ ഇറങ്ങി വന്നു. പിന്നെ കൊലകള് എന്ന് പറയുമ്പോൾ പല ഇതുണ്ട്. ഇത് കൂടുതലും വന്നിരിക്കുന്നത് ഇവിടുത്തെ ഞാണിപ്പൂവനം മാത്രമേ പിടിച്ചിട്ടുള്ളൂ. കാരണം പാളയക്കോടനൊക്കെ നമുക്ക് ഒരു പ്രയോജനമില്ല. വിട്ട് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നല്ല വില കൊടുക്കണം. നമ്മൾ കൊടുത്താൽ അത് കിട്ടത്തുമില്ല. പിന്നെ ഇത് കദളി, ചെങ്കദളി എന്നുള്ളത്. പിന്നെ തേങ്ങ എന്ന് പറയുമ്പോഴത്തേക്കും പല വെറൈറ്റി ആയിട്ടുള്ള തേങ്ങകളൊക്കെയാണ് ഇരിക്കുന്നത്. പല ഇപ്പം നമ്മളെ ഈ ഇവിടുന്ന് കുറ്റിയാടി എങ്ങനെയുള്ള ചില സൈസുള്ള തേങ്ങകൾ. ചക്കയ്ക്കെന്ന് പറയുമ്പോഴത്തേക്ക് ചക്ക നമുക്ക് ഇവിടെ ഉണ്ട്. എന്നാലും ഇപ്പം ആയില്ല, സീസൺ ആയില്ല എന്ന് പറഞ്ഞാൽ ചക്കയ്ക്ക് ഇപ്പോൾ ഉണ്ട്. നമ്മളിപ്പം വന്നു കഴിഞ്ഞാൽ വിദേശത്ത് വന്ന് പുറത്തൊരു ചക്ക പോയി കഴിഞ്ഞാൽ 600 രൂപ 700 രൂപ ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ 600 രൂപ 700 രൂപ കൊടുത്താൽ കയറാനായിട്ട് ഒന്നിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വർഷത്തിൻ്റെ ഒരു പ്രാതെ കയറി 500 രൂപയ്ക്ക് കൊടുക്കും. അതാണ് ഈരെടുത്ത തള്ളപ്പേ കൂടിയായി പോയിട്ടുള്ളത്. ഏത്തക്കൊല പല ടൈപ്പിലുള്ള ഇതുണ്ട്. പിന്നെ ഇത് ഇവിടെ കാച്ചിൽ ഏതെന്ന് പറഞ്ഞാൽ കാച്ചിൽ എന്ന് പറയുമ്പോഴത്തേക്ക് 2-3 ടൈപ്പ് കാച്ചിലുണ്ട്. ഈ ചുമന്ന കളർ ഇത് വരുന്നുണ്ട്, വെള്ള ഇതായിട്ടുള്ള കാച്ചിലുണ്ട്, എല്ലാ ഐറ്റവും. പിന്നെ ഇഞ്ചി, മഞ്ഞൾ, പിന്നെ കപ്പ. ഈ ചോട് കപ്പയെന്ന് പറയുന്നത് ഇതെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളവിടെ ഈ വള്ളി കെട്ടിയിട്ടുണ്ട്. അത് ഈ ഷുഗർ ഫ്രീ കപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് ഷുഗർകാർക്ക് കഴിക്കാവുന്ന പറയുന്നത്. പക്ഷെ സാധാരണ എല്ലാവരും കഴിക്കുന്നു. ചിലപ്പോൾ ഇത് ഉണ്ടെന്ന് പറഞ്ഞാലും എങ്ങനെയായിരുന്നു നമുക്ക് പരീക്ഷിച്ച് എല്ലാവരും കഴിക്കുന്നുണ്ട്. എന്റെ വീട്ടിലുണ്ട്, ഞാൻ കഴിച്ചിട്ടുമുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാത്ത നമ്മുടെ തേങ്ങകളാ. ഇതെല്ലാം സാധാരണ ഉള്ള ഇതിന്റെ ഇതായിട്ടാണ് പറയുന്നത്. ഇത് നമ്മൾ ഈ പടത്തിയിട്ട് ഇത് ഉണ്ടാക്കുന്ന ഇതാണ്. ചിലവ് പടത്തിയിട്ട് കഴിയുമ്പോഴത്തേക്കും വലിയ ഇതായിട്ട് വരും. വളം കൂടുതൽ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ വരുമല്ല. അതിന്റെ ഒരു മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഉണ്ടാകുന്ന മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നേരെ വെട്ടിയിട്ട് ഇങ്ങനെ നീളത്തിയിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് വാങ്ങി എടുക്കുന്നത്. അപ്പൊ ആ സൈഡ് വഴി ഇത് വരുമ്പോഴത്തേക്കും ഇത് താഴോട്ട് വേറെ ഇറങ്ങിപ്പോകും. അപ്പൊ ഈ നടുക്ക് വരുന്ന ഒരു അകലം വെച്ചുള്ള കമ്പുകൾ വെട്ടി കളയുക. ബാക്കി അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വരും. പിന്നെ മാന്തി നമുക്ക് എടുക്കാവുന്ന ഒരു ടൈപ്പ് കാര്യം.